പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ആംഗിൾസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. മാർക്ക് എ പോയിന്റ് ഓൺ ദിസ് സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ടു ലൈൻസ് ആർ ഡ്രോൺ ഫ്രം ദിസ് സ്ട്രെയിറ്റ് ലൈൻ. ദിസ് പോയിന്റ്, ടു ലൈൻസ് ആർ ഡ്രോൺ ഫ്രം this point, so that three angles here we can see. ഈ മൂന്ന് ആംഗിൾസിൻ്റെ സം എപ്പോഴും എത്രയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾസ് എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ സം ഓഫ് ആംഗിൾസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, സം ഓഫ് ദീസ് ത്രീ ആംഗിൾസ് വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. സം ഓഫ് ദീസ് ആംഗിൾസ് വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ഈ മൂന്ന് ആംഗിൾസിൻ്റെയും കൂടി സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് sum of angles on a straight line is always 180 degree. This fact we know. നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണിത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റിൽ നിന്ന് എത്ര ലൈൻസ് വരച്ചാൽ കിട്ടുന്ന ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ത്രീ ആംഗിൾസ്, മൂന്ന് ആംഗിൾസും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സം ഓഫ് ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ ഓഫ് ദി സൈഡ് ഓർ പാരലൽ ടു ബേസ് വി ക്യാൻ സേ. ഈ സൈഡിന് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ആംഗിളും ഇതും കൂടി ചേർന്നാൽ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആംഗിളിനെയും ഇങ്ങോട്ട് മാറ്റാൻ പോവുകയാണ്, ഈ ആംഗിളിനെയും ഇങ്ങോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കോളൂ, ഈ ആംഗിളിനെ ഇങ്ങോട്ട് മാറ്റുന്ന പ്രോസസ്സ്, അതായത് നമ്മൾ ഈ യെല്ലോ കളറുള്ള ആംഗിളും ഈ റെഡ് കളറുള്ള ആംഗിളും, അപ്പോൾ ഈ രണ്ട് ആംഗിളിനെയും ഞാൻ ഇങ്ങോട്ട് മുകളിലേക്ക് മാറ്റാൻ പോവുകയാണ്. നോക്കിക്കോളൂ, ആ മൂന്ന് ആംഗിളും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾ ആയില്ലേ. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് എത്ര ഡിഗ്രി ആയിരിക്കും? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഈ രണ്ട് ആംഗിളുമാണ്, ഇവിടെയുള്ള ഈ രണ്ട് ആംഗിളുമാണ്. ഈ രണ്ട് ആംഗിളും മൂന്നാമത്തെ ആംഗിളിനോട് ചേർത്ത് വെച്ചപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിളായി മാറി. സോ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിളും ഇവിടെ നിന്നുള്ള ഈ രണ്ട് ആംഗിളും തന്നെയാണ്. അത് മുകളിലേക്ക് കൊണ്ടുപോയി ചേർത്ത് വെച്ചു. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഏത് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് ഏത് ട്രയാങ്കിളിനും ബാധകമാണ്. നമുക്ക് ഈ പോയിൻ്റൊക്കെ മാറ്റി വെച്ച് നോക്കാം. അപ്പോഴും ഇതേ കേസ് തന്നെയാണ് വരുന്നത്. കണ്ടോ? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഈ പോയിന്റ് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴും ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ആണ്. ആംഗിൾസ് മാറുന്നുണ്ടെങ്കിലും സം ഓഫ് ആംഗിൾസ് ഈസ് ഓൾവേസ് 180 ഡിഗ്രി. കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.